പാലിയക്കര ടോൾ പിരിവിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമെങ്കിൽ എന്തിന് ജനങ്ങൾ ടോൾ നൽകണമെന്ന് ഹൈക്കോടതി. ഉടൻ പരിഹരിക്കാമെന്ന് NHAI അറിയിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഹൈക്കോടതിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിന് ടോൾ? എന്തൊക്കെയാണ് കോടതി ചോദിച്ച മറ്റു കാര്യങ്ങൾ? സിജു, ഇതേ വിഷയത്തിൽ മുൻപും ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. ഇത് ഷാജി കോടംകണ്ടത്ത് എന്ന് പറയുന്നയാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വിമർശനം ഉണ്ടായത്. ഇദ്ദേഹം പറയുന്നത് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. അതുകൊണ്ട് തന്നെ പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആവശ്യം. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണെങ്കിൽ എന്തിനാണ് ജനങ്ങൾ ടോൾ നൽകുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ടോൾ പിരിക്കുന്നവർക്ക് മികച്ച റോഡ് ഉറപ്പാക്കാനും ഉത്തരവാദിത്തമുണ്ട് എന്നും കോടതി പറയുന്നു. എന്നാൽ ഇതിന് മറുപടിയായി NHAI പറയുന്നത് 4.8 കിലോമീറ്ററിൽ മാത്രമാണ് പ്രശ്നമുള്ളത്, അത് ഉടൻ പരിഹരിക്കാം, സുഗമമായ യാത്ര ഉറപ്പാക്കാം എന്നൊക്കെ മറുപടിയായി NHAI പറയുന്നുണ്ട്. നേരത്തെയും ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതാണ്. കഴിഞ്ഞ ജൂണിൽ അന്നും കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതാണ്. ടോൾ നൽകുന്ന യാത്രക്കാർക്ക് സുഗമമായ റോഡ് യാത്ര ഉറപ്പാക്കണം, യാത്രാ സൗകര്യം നൽകാൻ കഴിയില്ലെങ്കിൽ ടോൾ പിരിക്കാൻ പാടില്ല, ടോൾ കരാർ എടുത്തിരിക്കുന്ന കമ്പനിയല്ല നിലവിൽ അടിപ്പാതകളുടെ നിർമ്മാണം നടത്തുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചത്. എന്നാൽ അത് ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നും അന്ന് കോടതി ഓർമ്മിപ്പിക്കുകയുണ്ടായി. കരാറുകാരുടെ മേൽ ഇത് പഴിചാരുകയല്ല വേണ്ടത്, കൃത്യമായ പരിഹാരമാണ് വേണ്ടത്. ഈ അടിപ്പാതകളുടെ നിർമ്മാണം അത് കൃത്യമായ സർവീസ് റോഡുകളോ അല്ലെങ്കിൽ സമാന്തരമായി മറ്റ് ഗതാഗത സംവിധാനങ്ങൾ ഉറപ്പാക്കാതെയുള്ള ഈ നിർമ്മാണം അത് അശാസ്ത്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഗതാഗതക്കുരുക്ക് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കുകയാണ് വേണ്ടത്. അത് പിരിക്കാതിരിക്കാൻ ഇനി കാരണമുണ്ടെങ്കിൽ കൃത്യമായ നിലപാട് അറിയിക്കണം എന്നും ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സിജു. ഉമേഷ്, അന്നും ഈ ഹൈക്കോടതിയുടെ മുൻപിൽ ഈ കേസ് വന്നപ്പോൾ, ഈ ഹർജി വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ NHAIയുടെ നിലപാട് തന്നെയായിരുന്നു. ഇത് 4.5 കിലോമീറ്ററിൻ്റെ പ്രശ്നമാണല്ലോ അവർ പറയുന്നത്. അന്നും ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നോ? അതെ, അന്നും അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിപ്പോൾ ഇതിന് മുൻപ് ഈ ഹർജി പരിഗണിച്ച് ഏതാണ്ട് ഒരു മാസം മുൻപ് നടന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ അന്ന് കോടതിയിൽ ഉണ്ടായത് സമാനമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് തന്നെയാണ് കോടതി കാണുന്നത്. ഈ ഹർജിക്കാരനും അക്കാര്യം ചൂണ്ടിക്കാട്ടുന്ന ഒരു തരത്തിലുള്ള പരിഹാര നടപടികളും അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്, പക്ഷേ ടോൾ പിരിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സുഗമമായ യാത്രയില്ലാതെ എന്തിനാണ് ജനങ്ങൾ ടോൾ നൽകുന്നത് എന്നാണ് കോടതി തന്നെ ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. ടോൾ പിരിക്കുന്നവർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാനും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കോടതി ഓർമ്മിപ്പിക്കുന്നത്. നേരത്തെ ഹർജി പരിഗണിച്ച വേളയിൽ കേന്ദ്ര സർക്കാർ, അതായത് ദേശീയപാത അതോറിറ്റി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇത് രണ്ടും രണ്ട് ആളുകളാണ്. ഈ ടോൾ പിരിക്കുന്നവരല്ല ഈ അടിപ്പാതകളുടെ നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്, അവർ ആ പ്രശ്നമാണ് എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. അതൊക്കെ ജനങ്ങൾ എന്തിനറിയണം എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ യാത്രയാണ് വേണ്ടത്. ടോൾ നൽകി യാത്ര ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യവും ഒരുക്കാൻ തയ്യാറാകണം. ഇപ്പോഴാണ് പറയുന്നത് 4.5 കിലോമീറ്റർ മാത്രം പ്രശ്നമാണ്, അത് ഉടൻ തന്നെ പരിഹരിക്കാം എന്നൊരു മറുപടി മാത്രമാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നൽകി. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റോഡ് നല്ലതല്ലെങ്കിൽ എന്തിന് ടോൾ കൊടുക്കണം? മര്യാദയ്ക്ക് റോഡ് നന്നാക്കിയതിന് ശേഷം ടോൾ പിരിക്കുമെന്നാണ് NHAIയോട്, ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി പറഞ്ഞത്.